ഇസ്രായേലിലെ പ്രമുഖ പുരാവസ്തു ഗവേഷകൻ സീവ് ജാബോ എൽറിച്ച് തെക്കൻ ലെബനാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷാ അകമ്പടിയിൽ സൈനിക വേഷം ധരിച്ച് തെക്കൻ ലെബനാനിലെ ഷിംആ ഗ്രാമത്തിലെത്തിയ എൽറിച്ച് ഹിസ്ബുള്ള പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു. സൈനിക വേഷം ധരിച്ച എൽറിച്ച് ഗലാനി ബ്രിഗേഡ് മേധാവി അടക്കമുള്ള സൈനികർക്കൊപ്പം ചരിത്ര സ്ഥലത്തെത്തിയ ഉടനെ 2 ഹിസ്ബുള്ള പോരാളികൾ വെടിയുതിർക്കുകയായിരുന്നു. ഇസ്രായേൽ സൈന്യം തിരികെ വെടിവെച്ചെങ്കിലും എൽറിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരു ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ള പോരാളികളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു എന്ന ഉറപ്പിലാണ് സിവിലിയനായ എൽറിച്ചിന് ഷിംആ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ സൈന്യം അനുമതി നൽകിയത്. തെക്കൻ ലെബനാനിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലം പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ഗലാനി ബ്രിഗേഡിലെ സൈനികർക്കൊപ്പം സീവ് എൽറിച്ച് പോയത്. യേശു ക്രിസ്തുവിന്റെ സഹചാരിയായിരുന്ന സിമയോണിന്റെ ശവകുടീരം പരിശോധിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അറബ് ഗ്രാമങ്ങളും പുരാതന ജൂത സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗവേഷണം നടത്തുന്ന എൽറിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തിന് ചരിത്രപരമായ അടിത്തറയുണ്ടാക്കാൻ വേണ്ടി പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിദഗ്ധരിൽ ഒരാളാണ്. ഫലസ്തീനികൾക്കും അറബ് ജനതയ്ക്കുമെതിരെ പ്രകോപനപരമായ നിലപാടുകളുടെ പേരിൽ കുപ്രസിദ്ധനുമാണ്. മുൻപും ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷയിൽ അറബ് പ്രദേശങ്ങളിലെ പുരാവസ്തു സ്ഥലങ്ങൾ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട്. അതേസമയം സിവിലിയനായ സീവ് എൽറിച്ച് യുദ്ധമേഖലയിലേക്ക് പോയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. എൽറിച്ചിന്റെ മരണം തങ്ങളെ ഏറെ ഞെട്ടിച്ചുവെന്നും രാഷ്ട്രത്തിന് തീരാ നഷ്ടമാണെന്നും ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു.